ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്, അതായത് നമ്മൾ കർത്താവിനോട് അടുത്ത് ജീവിക്കുമ്പോഴും ചിലപ്പോൾ ഇതുപോലുള്ള ശോധനകൾ വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ശേഷം പ്രൊമോഷൻ വരുമ്പോൾ അങ്ങനെ വരണത്. നമ്മൾക്ക് കർത്താവ് നമ്മളെ ലിഫ്റ്റ് ചെയ്യാൻ നേരത്താണ് ഇതുപോലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നിട്ട് വിശ്വസ്തയോടെ കർത്താവ്, അത് ദൈവമായിട്ട് ജീവിക്കേണ്ട കുറേ രീതികളുണ്ട്. അതറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങളെ പ്രാർത്ഥനയെ മുടക്കി പലതരത്തിലുള്ള വിഷമതകളിലേക്ക് ചെന്ന് കൂപ്പുകുത്തും. അങ്ങനെ ചെയ്യരുത്. വചനം കേൾക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. വചനം കേൾക്കുന്നത് എന്തിനാണ്? സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. ഇപ്പോഴേ എന്നാ പറ്റിയിരിക്കണത്? ഇവർ ആ എപ്പിലെപ്സിയുള്ള അപസ്മാരം ബാധിച്ച കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തു. അതിനുശേഷം അച്ഛനെ വന്ന് കണ്ടു. ഞാൻ ഈശോയുടെ കാലിൽ കെട്ടി വീണ് കുഞ്ഞിന് വേണ്ടി മധ്യസ്ഥം വഹിച്ചു. അതിനുശേഷം കുഞ്ഞിൻ്റെ തലയെ കൊണ്ട് കൈവച്ചു. പിന്നീട് ഇവർ ബാംഗ്ലൂർ അവർ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ വിഷയത്തിന് ഉടമ്പടിയോടുകൂടി EG നോർമലാവും. അപ്പോൾ ഡോക്ടർ പറയണത് ഇനി ഓപ്പറേഷൻ പോലും വേണ്ട, കുഞ്ഞാവൻ വീഴത്തില്ലെന്നാണ് പറയണത്. ഇത്രയും സ്പീഡാണ്. കൈയിടിച്ച് കർത്താൻ ശ്രദ്ധിക്കട്ടെ. ഇന്ന കാര്യമൊന്നുമില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസേന വരുമ്പോൾ നിങ്ങൾ പറയരുത്, ഓ ഇത് ഹെവി ആണല്ലോ, എൻ്റെ കാര്യം ഭയങ്കര ഹെവിയാണ് എന്ന് പറയുമ്പോൾ നിൻ്റെ മനസ്സിലിരുന്നുണ്ട് പിശാച് പറയുന്നുണ്ട് ഇത് ദൈവത്തെ പോലും ചെയ്യാൻ പറ്റുമോയെന്ന് അറിയത്തില്ലെന്ന്. കാര്യം എന്താ? നിൻ്റെ ദൈവമാണ്, അല്ലാതെ ബൈബിളിൻ്റെ ദൈവമല്ല. 2 ദൈവങ്ങളുണ്ടല്ലോ. 2 ദൈവമുണ്ട്, അറിയാമല്ലോ. ഏകദൈവമല്ല, 2 ദൈവമുണ്ട്. ഒരു ദൈവം എന്ന് പറയുന്നത് ബൈബിളിലെ സത്യദൈവം, പിന്നെ നീ കൊണ്ടു നടക്കണ നിൻ്റെ ഉള്ളിലുള്ള കള്ളദൈവം. എന്താ കാര്യം? ഈ കള്ളദൈവം എന്ന് പറയുന്നത് എന്താ പ്രശ്നം വെച്ചാൽ, പല ആൾക്കാർക്ക് ഒരു പ്രശ്നം വന്നു. ഇപ്പോൾ 22 പ്രാവശ്യം 22 പേപ്പർ കിട്ടാറുണ്ട് ബിടെക്കിൻ്റെ. അപ്പോൾ അവൾ ഇവിടെ വന്ന് ആ കാൻഡിഡേറ്റ് അവൾക്ക് ഇനി പഠിക്കാൻ ഉദ്ദേശമില്ല, പേരൊന്നും പറയണില്ല, അതായത് അവർക്കിനി പഠിക്കാൻ ഉദ്ദേശമില്ല. കാര്യം എന്താണ്? പഠിത്തം അവരെ തോൽപ്പിച്ചിരിക്കുക. പഠിത്തം അവരെ തോൽപ്പിച്ചു. നമ്മളല്ലേ ശരിക്കും പറഞ്ഞാൽ പഠനത്തെ നമ്മളല്ലേ തോൽപ്പിക്കേണ്ടത്, നമ്മളല്ലേ ജയിക്കേണ്ടത്. തിരിച്ച് സംഭവിച്ചു. പഠിത്തം അവളെ തോൽപ്പിച്ചിരിക്കുക. എന്താ കാര്യം? അവർ പഠിക്കണ കാലത്ത് മുഴുവൻ ഹാരി പോട്ടറാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഹാരി പോട്ടറിൻ്റെ വിസ്മയകരമായ കുറേ തരം സറ്റാനിക് അട്രാക്ഷനുള്ള കഥകളൊക്കെ കൊണ്ടുവന്നിട്ട് ഫിക്ഷൻസൊക്കെ കാരണം ആകപ്പാടെ ഇവളുടെ ബ്രെയിൻ മുഴുവൻ ഹൈജാക്കായിപ്പോയി. അതാണ് ഈ പ്രശ്നം. ഈ ബ്രെയിൻ ഹൈജാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇടയ്ക്കൊക്കെ പഠിക്കുന്ന പിള്ളേരായാലും ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരായാലും തല കൈവച്ച് ഒന്ന് ഇടയ്ക്ക് വിശ്വാസപ്രമാണം ചെല്ലുന്നത് നല്ലതാണ്. തല കൈവച്ചിട്ടേ. കാര്യം ഇത് നമ്മളെ തോൽപ്പിക്കരുതല്ലോ. നമ്മൾ ജയിക്കാൻ ചെന്നിട്ട് അവിടുന്ന് തോറ്റു പോണേ എങ്ങനെ ശരിയാണ്? ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഹാരി പോട്ടർ ജയിച്ച് അവൾ തോറ്റു, അവളുടെ ജീവിതം തോറ്റു. 22 പേപ്പർ കിട്ടാനുണ്ട്. ബിടെക്കിൻ്റെ 28 പേപ്പർ. അതുകൊണ്ട് ഇനി അത് എഴുതിയെടുക്കാൻ പറ്റും. അവളുടെ സ്റ്റാമിന പോയി, കലിബർ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലടി, യേശുവാണ് കർത്താവ്. എന്താ യേശുവാണ് കർത്താവ് എന്ന് പറയാൻ കാര്യം എന്താണ്? അപ്പം നിങ്ങൾ ഓർക്കും യേശുവാണ് കർത്താവ്, അതിനെന്താ പ്രശ്നം? അതിന് പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അതായത് 22 പേപ്പറിൻ്റെയും കർത്താവ് ആരാണ്? യേശുവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ യേശു കർത്താവാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉറപ്പാണ്. ഇപ്പോൾ 22 ബിടെക്കിൻ്റെ പേപ്പറാണ് അല്ലേ? അവളുടെ എൻ്റെ അടുത്ത് കുട്ടി വരുമ്പോഴേ അവൾക്ക് കല്യാണം പോലും കഴിക്കണമെന്നൊരു നിർബന്ധമില്ലാത്ത ആളാണ്. കാര്യം അതിൻ്റെ ഒരു സെൻസ് പോലും ഹൈജാക്ക് ചെയ്യപ്പെട്ട് വിവാഹം വേണ്ട, ജീവിതം തന്നെ എന്തിനാണെന്നുള്ള ഒരു ഭ്രാന്തമായ ഒരവസ്ഥയാണ്. ഇത് ഈ ലോകാരൂപി അല്ലെങ്കിൽ ദുഷ്ടാരൂപി വന്നു കഴിഞ്ഞാലേ, അതാണ് നിങ്ങൾ ഈ വായിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സൈറ്റ് സന്ദർശിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഈ ദുഷ്ടാരൂപി ഇങ്ങോട്ട് കയറി വരും. അതായത് ദുഷ്ടാരൂപി എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു കർത്താവാണെന്ന് ഏറ്റു പറയാൻ നമ്മളെ പ്രാപ്തമാക്കാത്ത എല്ലാ അരൂപിയും ദുഷ്ടാരൂപിയോ ലോകാരൂപിയാണ്. അതെപ്പോഴും ശ്രദ്ധിക്കണം. ദുഷ്ടാരൂപി ലോകാരൂപി എന്നല്ല പറയേണ്ടത്. യേശുവിനെതിരായിട്ടുള്ള അന്തിക്രിസ്തുവാണ്, ആൻറ്റിക്രൈസ്റ്റാണ്. ആൻറ്റിക്രൈസ്റ്റ് ബൈബിളിലെ അന്ത്യകാലങ്ങൾ വരുന്നതാണ്. പക്ഷേ ആരുടെ അന്ത്യകാലമാണ്? നമ്മുടെ അന്ത്യകാലം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആൻറ്റിക്രൈസ്റ്റ് ബൈബിളിലെ അന്ത്യകാലങ്ങൾ വരുന്ന ആളാണ്. പക്ഷേ ആരുടെ അന്ത്യകാലമാണ്? നമ്മുടെ അന്ത്യകാലമാണ്.
അതെപ്പോഴും ശ്രദ്ധിക്കണം. ക്രൈസ്റ്റിനെതിരായ അരൂപി എപ്പോൾ വന്നാലും, അതിൻ്റെ 16-ാം വയസ്സ് വന്നാലും അന്തിക്രിസ്തുവായി, നിൻ്റെ അന്ത്യമായി. ശ്രദ്ധിക്കട്ടെ. ദിവ്യകാരുണ്യത്തിന് അപ്പോഴേ അതിനുശേഷം ഇവള് വിശ്വസിക്കാൻ തുടങ്ങി. എന്താണ് വിശ്വസിക്കാൻ തുടങ്ങിയത്? അന്തിക്രിസ്തുവിനെ, നിന്നെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ ഡിപ്രഷൻസ്, അതുപോലെ തന്നെ ശരിയാവത്തില്ല, തോറ്റുപോകും, എനിക്കത് കിട്ടത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള പിൻപിടുത്തങ്ങൾ, അതിനെ പ്രതിരോധിക്കണ എന്താണ്? വിശ്വാസമാണ്. അപ്പോഴേ വിശ്വാസം നൽകാൻ വേണ്ടി എപ്പോഴും നീ നമുക്ക് എന്നാ സംഭവിച്ചിരിക്കണമെന്ന് അറിയാമോ? വിശ്വാസത്തിൻ്റെ മെയിൻ്റെനൻസ് ഇല്ല. അതാണ് കുഴപ്പം വന്നിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു കെട്ടിടം പണിത് ഇല്ലേ, പണിത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ആദ്യം പ്രൈമർ അടിക്കും അല്ലേ? ഒരു തൂണാണെന്ന് വിചാരിച്ചോ, അതിന് പ്രൈമർ അടിക്കും, പിന്നെ പെയിൻ്റ് അടിക്കും. 2-3 കൊല്ലം കഴിയുമ്പോഴേ 2-3 കൊല്ലം കഴിയുമ്പോഴേ വീണ്ടും അത് ഫെയ്ഡാവും. വീണ്ടും നമ്മൾ തന്നെ റിപ്പയറിങ് വല്ലതും ഉണ്ട്, റിപ്പയറിങ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ പെയിൻ്റ് അടിക്കും, ഫ്രഷ് ആക്കും. പക്ഷേ ഫെയ്ത്തിൽ ഈ ഒരു പ്രോസസ്സിങ് നടക്കണില്ല. യു ഗോട്ട് ദ പോയിൻറ്റ്. പിടിയോ? നമ്മുടെ വിശ്വാസത്തിൽ ഈ ഒരു പ്രോസസ്സിങ് നടക്കണില്ല. നമ്മൾ വിശ്വാസം കൊണ്ട് ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ കാണുന്നുവെന്നല്ലാതെ ആ വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യുകയോ അത് പരിപോഷിപ്പിക്കുകയോ ചെയ്യുന്നില്ല. വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് വചനം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കണം. വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, വർദ്ധിപ്പിക്കണമെങ്കിൽ. പിന്നെന്താണ്? അമ്മയുടെ മാധ്യസ്ഥം കിട്ടണം. മാധ്യസ്ഥം കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു കൺഫ്യൂഷനിൽ ചെന്ന് ചാടിയാൽ മദർ ഹെൽപ്പ് ചെയ്യും നമ്മളെ. ഇപ്പോൾ എന്നാ പറ്റുക വെച്ചാൽ ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നീ 22 പേപ്പറും മദർ നിന്നെക്കൊണ്ട് എഴുതിച്ചെടുക്കും. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം ഞാനിവൾക്ക് കൗൺസിലിംഗ് പ്രാർത്ഥന എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴേ എന്താ ചെയ്ത്, അവൾ പ്രാർത്ഥനയുടെ ഫോർമാറ്റിലേക്ക് വന്നു. നിങ്ങളങ്ങനെ ചെയ്യേണ്ട കേട്ടോ. അതായത് നിങ്ങളും അതുപോലെ ചെയ്യേണ്ടത്. ജീവിതം ഇപ്പം നമുക്കുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ രാവിലെ സന്ധ്യക്കൊരു പ്രാർത്ഥന, ഞായറാഴ്ച കുർബാനയൊക്കെ ആയിട്ട് മിനിമം പരിപാടിയായിട്ട് പോവുകയല്ലേ. ചിലപ്പോൾ മിനിമം പരിപാടി കൊണ്ട് ചില സമയത്ത് ഇപ്പോൾ ഒരു രോഗിയാണെന്നുണ്ടെങ്കിൽ പഴയ സാധാരണ കഴിക്കണ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലൊന്നും ഏക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് എക്സ്ട്രാ ആയിട്ടുള്ള പോഷകങ്ങൾ കൊടുക്കുന്നത് രോഗിക്ക് അല്ലേ. രോഗിക്ക് ടോണിക് കൊടുക്കും, അല്ലെങ്കിൽ വേറെ ഹോർലിക്സോ വല്ലതൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതെന്താ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഈ രോഗത്തിൻ്റെ പ്രതിരോധിക്കുകയും ചെയ്യണം, ശരീരം മെച്ചപ്പെടുകയും ചെയ്യണം. അതുകൊണ്ട് ആണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അതുപോലെ തന്നെയാണ് ആത്മീയതയിലും അങ്ങനെ സംഭവിക്കുന്നത്. എന്തെങ്കിലും ഒരു വിശ്വാസത്തിനൊരു ക്ഷയം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ലോകത്തിൽ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഉടമ്പടിയാണ്. അതാണ് വിഷയം. ലോകത്തിൽ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബൂസ്റ്റിംഗ് എന്താണ്? ഉടമ്പടിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലൂടെ അതൊരു ചെയ്യണ പ്രാർത്ഥനയല്ലേ. അത് ചെയ്യണ പ്രാർത്ഥനയായത് കാരണം ചൊല്ലുന്ന പ്രാർത്ഥനയേക്കാൾ ഇതിന് കപ്പാസിറ്റി കൂടുതലാണ്. ചൊല്ലുന്ന പ്രാർത്ഥനയെക്കാളും ഉടമ്പടിക്ക് ചെയ്യുന്ന പ്രാർത്ഥനയായത് കാരണം. ഇപ്പോൾ വെറുതെ ചെയ്യണ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ഒരു ധ്യാന കേന്ദ്രത്തെ കർത്താവ് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് തന്നിട്ടുള്ള ഒരു ദൈവികമായ ഒരു പ്രോജക്റ്റിനേക്കാൾ ഉപരി അതിൽ തന്നെ ഒരു ദൈവസ്ഥാപനമുണ്ട്. മനുഷ്യസ്ഥാപനമല്ല ഉടമ്പടിക്കുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ദൈവം അതിനെ ഓൺ ചെയ്യണ കാര്യം. അതാണ് ദൈവം അത് ഓൺ ചെയ്യണില്ലേ. ഉടമ്പടിയെ ഓൺ ചെയ്യണത് എന്താണ്? ദൈവം ഏറ്റെടുക്കണത് എന്താണ്? എൻ്റെ അതായത് ഓരോ ആൾക്കാരും ഉടമ്പടി സത്യസന്ധമായിട്ട് ചെയ്യുമ്പോൾ ദൈവം ഏറ്റെടുക്കാൻ കാര്യം ഇതിനകത്തൊരു ദൈവസ്ഥാപനമുണ്ട്. നോഹിൻ്റെ കാലം മുതൽ ദൈവം ഉടമ്പടി സ്ഥാപിക്കണതാണ്. അതിന് എബ്രഹാമോട് ചെയ്തു ഉടമ്പടി, ഇതാണ് ചെയ്തത്. അത് കഴിഞ്ഞ് മോസസുമായിട്ട് ചെയ്തു, ഉടമ്പടിയാണ് ചെയ്തത്. മോസസുമായിട്ട് ചെയ്ത ഉടമ്പടി മെയിൻറ്റെയിൻ ചെയ്തു പ്രവാചകന്മാരിലൂടെ, ന്യായാധിപന്മാരിലൂടെ. ദൈവം അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നു. തെറ്റിയവരെ തിരുത്തി, ഉടമ്പടിയെ എതിർത്തവരെ ദൈവം ആ രാജ്യത്തും തന്നെ മാറ്റി, പിന്നെ തിരിച്ചു കൊണ്ടുവന്നില്ല. ഉടമ്പടിയുടെ അനുഗ്രഹങ്ങളെ എടുത്തു മാറ്റി. അതുകൊണ്ടാണ് പറയണത് അതായത് ഉടമ്പടി, ദൈവം ആ ഉടമ്പടിയെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കാര്യങ്ങൾ സംഭവിക്കും. ഉടമ്പടി നമ്മൾ എടുത്തത് കൊണ്ട് മാത്രം കാര്യമായില്ല. എന്താ പറയണത്? ഉടമ്പടിയെ ദൈവം ഓൺ ചെയ്യണം. അതാണ് ഇതിൻ്റെ അത് മെയിൻ സംഭവം. അതിന് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒരു 50-50 മാർക്കാണ്.
ഉടമ്പടി എടുക്കുന്നത് 50 പോയിൻ്റ്. പിന്നെന്താണ്? ഉടമ്പടിയെ നിങ്ങളെടുക്കുന്ന ഉടമ്പടിയെ ദൈവം എന്ത് ചെയ്യണം? ഓൺ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റെടുക്കണം. മനസ്സിലായില്ലേ? ഉടമ്പടി ദൈവം ഏറ്റെടുക്കണ്ടേ? ചെയ്തിട്ട് പോയിട്ട് കാര്യമുണ്ടോ? അപ്പം അതൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഞാൻ ചെയ്യുന്ന ഉടമ്പടി, ഞാൻ ചെയ്ത ഉടമ്പടി, പുതുക്കിയ ഉടമ്പടി അങ്ങ് ഏറ്റെടുക്കുന്നതിനായി അമ്മേ പ്രത്യക്ഷീകരണ മാതാവേ, കൃപാസനം മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെല്ലാവരെയും അമ്മയുടെ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ 50 പോയിൻ്റാണ്. ഉടമ്പടി എടുക്കുന്നതിന് 50 പോയിൻ്റ് കിട്ടും നിങ്ങൾക്ക്. പക്ഷെ ഉടമ്പടി സ്ഥിരീകരിക്കുന്നത് നമ്മുടെ കയ്യിലില്ല. അടുത്ത പോയിൻ്റ്, അത് കർത്താവാണ് ഉടമ്പടി ഓൺ ചെയ്യേണ്ടത്. അവിടെയാണ് വ്യത്യസ്തം ശ്രദ്ധിക്കേണ്ടത്. കർത്താവ് ഉടമ്പടി ഓൺ ചെയ്യുമ്പോഴാണ് അതിന് സ്ഥിരീകരണം ലഭിക്കുന്നത്. എന്താ അങ്ങനെ പറയാൻ കാര്യം വെച്ചാൽ, നിങ്ങളുടെ കൂടെ കർത്താവ് പ്രവർത്തിക്കണ്ടേ? നിങ്ങളുടെ കൂടെ കർത്താവ് പ്രവർത്തിച്ചാലേ ഉടമ്പടി സ്ഥിരീകരിക്കപ്പെടത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ മർക്കോസിൻ്റെ സുവിശേഷമില്ലേ, മർക്കോസ് 16:20 ഒന്ന് വായിച്ചോളൂ. അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടി പ്രവർത്തിക്കുകയും, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഉടമ്പടി സ്ഥിരീകരിക്കണം. അതിനെന്ത് ചെയ്യണം? കർത്താവ് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കണം. അതാണ് വിഷയം. അത് സീരിയസ് വിഷയമാണ്. കർത്താവ് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കണം. ഒന്ന് പ്രാർത്ഥിച്ച. കർത്താവേ, ഉടമ്പടി എടുത്ത എൻ്റെ കൂടെ അങ്ങ് പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം എന്നെ യോഗ്യമാക്കണമേ. ഈ യോഗ്യത എന്ന് പറഞ്ഞ സംഭവം അല്ലേ, അതിന് രണ്ട് കണക്ഷൻസ് ഉണ്ട്. ഒന്ന് ഫെയ്ത്ത് ഉണ്ട്, രണ്ടാമത്തെ എന്തുണ്ട്? ഫിഡലിറ്റി ഉണ്ട്. ഈ രണ്ട് യോഗ്യതയാണ് ഇത് നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണത്. ക്ലെയിം ആൻഡ് കപ്പാസിറ്റി ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. യോഗ്യത എന്ന് പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് കർത്താവ് നമ്മുടെ കൂടെ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള യോഗ്യത, അതിലൊന്നെന്താണ്? ഫെയ്ത്താണ്. ജിസ്മി എന്ന് പറഞ്ഞൊരു മോള് പാലാരൂപത രാമപുരത്ത് കരുതിയ ഇടവക, രാമപുരം ഇടവക, മൽപ്പാൻ്റെ ഇടവകയാണ്. അപ്പോൾ ജിസ്മിയുടെ സാക്ഷി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ജിസ്മിയുടെ സാക്ഷി എന്ന് പറയുന്നത്, അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞു, അമ്മേ OITയുടെ റിസൾട്ട് വരാൻ പോകുന്നു, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഞാൻ എടുത്ത ഉടനെ റിസൾട്ട് വന്ന ഉടനെ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുന്നത്. അപ്പോൾ ജിസ്മിയുടെ അതാണ് അമ്മയുമായിട്ടുള്ള അതാണ് ഫെയ്ത്ത് എന്ന് പറയണത്. ഈ OITയുടെ റിസൾട്ട് വരാൻ പോകുന്നു, റിസൾട്ട് വന്ന ഉടനെ ഞാൻ വന്ന് അമ്മയെടുത്ത് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. അത്രയും വിശ്വസിക്കുകയാണ് അതിൻ്റെ അകത്ത്. അതാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രൊഫഷണൽസിനെ എല്ലാം കാണും. പ്രൊഫഷണൽസ് BEd BTech അതുപോലെയുള്ള എല്ലാവരും MBBS അങ്ങനെയുള്ള എല്ലാവരെയും കാണും. പ്രൊഫഷണൽസിനെ കാണും, അന്ന് തന്നെ കാണും. പ്രത്യേകിച്ച് പരീക്ഷ ഇരിക്കുന്നവരെ. പരീക്ഷയാണെന്ന് പറഞ്ഞ് കിട്ടാൽ മതി. അതിൻ്റെ പേപ്പർ ഒന്ന് കാണിച്ച് ഓഫീസിൽ കാണിച്ചാൽ, ഉടമ്പടി എടുത്തിട്ട് ആ ഒരു പേപ്പർ ഒന്ന് കാണിച്ചാൽ മതി. കാര്യം അവർക്കൊരു ബ്ലെസ്സിങ് ഉടനെ കൊടുക്കും. എന്താ കാര്യം എന്നറിയാവോ? എനിക്ക് അവർക്ക് അതിനെക്കുറിച്ച് അത്രയും തിട്ടമില്ലെങ്കിൽ എനിക്കറിയാം. ഒരു ബ്ലെസ്സിങ് അതിങ്ങനെ കിട്ടുകയാണെങ്കിൽ ആ ഒരൊറ്റ വിഷയം കൊണ്ട് അവർ കയറിപ്പോവും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ട്, അവർ പ്രൊഫഷണൽസ് അല്ലേ, അവർ രക്ഷപ്പെടുകയാണെങ്കിൽ അവരുടെ കുടുംബം രക്ഷപ്പെടും, അവരുടെ കല്യാണം കഴിച്ച് വിടുന്ന കുടുംബം രക്ഷപ്പെടും. പക്ഷെ അങ്ങനെ രക്ഷപ്പെടുത്തണം കേട്ടോ. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ബോധം ഉണ്ടാകണം. കാര്യം നിങ്ങളെ ഇവിടം വരെ എത്തിച്ചതിൽ ചിലപ്പോൾ നിങ്ങളുടെ ആങ്ങളുടെ പഠിത്തം മുട്ടിക്കാണും. ചിലപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കാരണം പറയാം, ഞാൻ പഠിച്ചിട്ടല്ലേ, അവൻ പഠിക്കാതിരുന്നിട്ടല്ലേ എന്ന് പറഞ്ഞു. ഇതൊന്നും കർത്താവിൻ്റെ അടുത്ത് വില പോകത്തില്ലേ. നമുക്കിങ്ങനെ വീട്ടിൽ പറഞ്ഞ് തർക്കിക്കാവുന്നല്ലാതെ അത് എന്ത് ശരിയാ, എന്നിട്ട് അവൻ പഠിക്കാഞ്ഞിട്ടല്ലേ ഞാൻ പഠിച്ചിട്ടല്ലേ എന്ന് നിങ്ങൾക്ക് പറയാം. അത് അമ്മയുടെ അടുക്കളയിൽ പറയാവുന്നല്ലാതെ കർത്താവിൻ്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല. അവൻ കൂടി പഠിക്കേണ്ട കാശ് എടുത്തായിരിക്കും ചിലപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളെ കെട്ടിച്ച് വിട്ടാൽ പോലും നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ചേട്ടനോടും അനിയത്തിയോടും ഒക്കെ ബാധ്യതയുണ്ട്, അച്ചയെടുത്തിയോടൊക്കെ ബാധ്യതയുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെയാണ് കല്യാണം കഴിച്ച് ചിലള വീട്ടിലാണ്
അവിടെയൊക്കെ കടങ്ങളുണ്ടാവും. അതും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഞാൻ 50 കൊണ്ട് വന്ന ആളാണ്. ഇതൊക്കെ അടുക്കളയിൽ പറയാം, ദൈവത്തിനോട് പറയാൻ പറ്റത്തില്ല. നമ്മളൊക്കെ പ്രശ്നം എന്താ പറയുക, പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് ജയിക്കുന്നു. ആരാണ് ജയിക്കുന്നത്? ദൈവത്തോട് ജയിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മളുടെ ലൈഫ് തന്നെ ദൈവം തന്നൊരു ദാനമാണ്. പിന്നെ നീ എന്താണ് നിൻ്റേതായിട്ട് പറയാൻ പോണത്? നിനക്ക് ബുദ്ധിയുണ്ടോ? ശരി, അത് കർത്താവ് തന്നതല്ലേ. ബുദ്ധിയുണ്ടോ? അത് കർത്താവ് തന്നതല്ലേ. സാഹചര്യമുണ്ടോ? അത് കർത്താവ് തന്നതല്ലേ. തരാത്തതായിട്ട് എന്താ ഉള്ളത്? അപ്പം അതുകൊണ്ട് നിങ്ങളിങ്ങനെയുള്ള വാഗ്വാദങ്ങളും തർക്കങ്ങളും മനുഷ്യനെ തോൽപ്പിക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിരുസന്നിധിയിൽ കെട്ടിയെഴുന്നള്ളിക്കുകയോ വിളമ്പുകയോ ചെയ്യരുത്. നിങ്ങളവർക്ക് അച്ഛൻ പ്രൊഫഷണൽസിനെ കാണത്തുള്ളൂ എന്നല്ല കേട്ടോ. രോഗികളെല്ലാവരും കാണും, സീരിയസ് രോഗികളെല്ലാവരെയും കാണും, കടം കയറി വിഷമിക്ക് നട്ടം തിരിയുന്നവരെ കാണും, ജപ്തി നടപടി നേരിടുന്നവരും. ദാറ്റ് മീൻസ് എമർജൻസി ആയിട്ടുള്ള എല്ലാവരെയും കാണും. മുമ്പിൽ ടൈം ഉണ്ടാകരുത്. മുമ്പിൽ ടൈം ഇല്ലാത്ത എല്ലാവരെയും ഉടമ്പടി എടുക്കുമ്പോൾ കാണും, ഉടമ്പടി പുതുക്കുമ്പോൾ കാണും. പക്ഷേ നിങ്ങളുടെ പേപ്പർ ഓക്കെ ആയിരിക്കണം. കർത്താവിൻ്റെ തിരുസന്നിധി നിങ്ങൾ ചെയ്ത ഉടമ്പടി പ്രകാരമാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വരണം. അല്ല കാര്യം കാണാൻ വേണ്ടി വയറ്റിപ്പഴപ്പ് ക്രിസ്ത്യാനി വന്ന മിക്കവാറും ഓഫീസ് ചീട്ട് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഉടമ്പടി എടുത്തവർ അതനുസരിച്ച് ജീവിക്കുകയും അതനുസരിച്ച് ദൈവത്തോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റുകയും ചെയ്യണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവത്തോട് ചെയ്ത വാഗ്ദാനം വിശ്വാസത്തോടെ നിറവേറ്റാൻ എനിക്ക് സുവിശേഷത്തിന്റെ പ്രേക്ഷിത ചൈതന്യം നൽകണമേ. നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൈമറി ഇൻവെസ്റ്റ്മെന്റ്, പ്രൈമറി ഇൻസ്റ്റാൾമെന്റ് എന്ന് വേണേൽ പറയാം. ഉടമ്പടിയുടെ പ്രൈമറി ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്, സെക്കൻഡറി ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്. പ്രൈമറി ഇൻസ്റ്റാൾമെൻറ്റ് ഫെയ്ത്താണ്. ഈ ജിസ്മിക്ക് ഭയങ്കര ഫെയ്ത്താണ്. എനിക്ക് തോന്നുന്നത് അവൾ ഉടമ്പടി എടുക്കുന്നുമ്പാണ് അതായത് ഈ OITക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തതെന്ന് തോന്നുന്നത്. എടുത്തതിന് ശേഷം അവൾ അമ്മയോട് പറഞ്ഞ കാര്യം ഇതാണ്, റിസൾട്ട് വരിക, ഞാൻ ജയിക്കും, പിറ്റേ ദിവസം ഞാൻ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറയും. അവൾ അങ്ങനെ ജയിച്ചു. അവൾ മാതാവിനോട് ചോദിച്ചത് എനിക്ക് UK പോകാൻ ഇഷ്ടമില്ല എന്നാണ് പറഞ്ഞത്. എന്തോ അവളുടെ പ്രൈവറ്റ് റീസൺസാണ്. അതുകൊണ്ട് എനിക്ക് അയർലൻഡിൻ്റെ സ്കോർ വേണമെന്നാണ് പറഞ്ഞത്. നമുക്ക് ദൈവത്തോട് ചോദിക്കാവേ, ദൈവത്തോട് ചോദിക്കാം. നിങ്ങൾ അറക്കരുത്. വിശ്വാസമുള്ള അറക്കേണ്ട കാര്യം എന്താ? കർത്താവ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ തരുമോ? ഇല്ലേ? മുട്ട ചോദിച്ചാൽ പകരം തേളിനെ നൽകുമോ? അപ്പം ചോദിച്ചാൽ പകരം കല്ല് നൽകുമോ? നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക? 11:11 വായിച്ചോളൂ. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ നൽകുന്നത്. അപ്പോൾ ഈശോ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്താണ് ചോദിക്കണത് അത് നിനക്ക് ന്യായമായിട്ടോ ആവശ്യമാണെങ്കിൽ ദൈവം അത് നിനക്ക് ചെയ്തു തരും. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത് പക്ഷേ അത് കട്ടൻറ്റ് ഫെയ്ത്ത് നമുക്കുണ്ടാകണം. ജിസ്മി ആ ടൈപ്പ് ഫെയ്ത്താണ്. എന്താ ഫെയ്ത്ത്? ആ ടൈപ്പ് ഫെയ്ത്ത് എന്ന് വെച്ചാൽ ഈ ഒരു വിഷയം മാത്രമല്ല അവൾ പറഞ്ഞത് ഇതിനിടയ്ക്ക് അവളുടെ അമ്മയ്ക്ക് പോയി ഭയങ്കരമായ ഈ മുട്ടുവേദന, അരക്കെട്ട് മുട്ടുമൊക്കെയുടെ വേദനയാണ്, അനങ്ങാൻ പാടില്ല. ഒരു ചെറിയ കടയുണ്ട്, അത് അവിടെ വീടിൻ്റെ കുറേ അകലെയാണ്, അതിന് ബസ്സിന് പോകണം. ബസ്സിൽ കയറാൻ അമ്മയ്ക്ക് പാടില്ല. അത് പിന്നെ കടയിൽ പോകണമെന്ന് കേൾക്കുമ്പോൾ തന്നെ കുരിശുമരണമാണ്. എന്താ കാരണം? പോകണമല്ലോ, ബസ്സിൽ കയറണമല്ലോ, ഇറങ്ങണമല്ലോ, പിന്നെ കുറേ നേരം കിടന്നാൽ മാത്രമേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. വല്ലാത്ത വേദനയാണ്, കൊളുത്തിപ്പിടുത്തവും വാദമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ജിസ്മി എന്താ പറയണ വെച്ചാൽ അമ്മയോട് പറഞ്ഞു, അമ്മേ ആ ഉടമ്പടി തൈലം പെരട്ടിയാൽ മതി, അച്ഛൻ പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് പരിശുദ്ധ അമ്മ പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് പറഞ്ഞിരിക്കുന്നത്? ഉടനെ അമ്മ ഞാൻ പെരട്ടിയിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് വേറെ അറിയാം എന്ന് ചോദിക്കും. ഇല്ല നമ്മൾ പെരട്ടിയതല്ലേ ഉള്ളൂ. അങ്ങനെയല്ല, അതാണ് അത് തർക്കിക്കണത്. എന്താണ് അങ്ങനെയല്ല, പെരട്ടിയ അപ്പം തന്നെ മാറുമെന്ന് അച്ഛൻ പറഞ്ഞതെന്ന് പറയും. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം അവരുടെ ഫെയ്ത്ത് റേഞ്ചാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. എന്നിട്ട് അവരിങ്ങോട്ട് സാക്ഷ്യം പറയാൻ പോകുന്നു. അമ്മ ഉടനെ ഇത് പെരട്ടിയിട്ട് കടയിൽ പോയി. അപ്പോൾ ഇന്നലെ സാക്ഷ്യം പറയാൻ 5 മിനിറ്റ് അമ്മ വിളിച്ച്, മകളെ ഇതെന്തൊരു അത്ഭുതമാണ്, നീ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഓക്കെ ആയി, വേദനയെല്ലാം മാറി, ഇതുപോലെ ഒരിക്കലും ഇങ്ങനെ വന്നിട്ടില്ല. നമ്മുടെ ഫെയ്ത്താണ് ആദ്യം. പക്ഷേ ഉടമ്പടി ഫെയ്ത്ത് കൊണ്ട് നിൽക്കത്തില്ല കേട്ടോ. ഉടമ്പടിയുടെ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഒരു 25,000 രൂപയാണെങ്കിൽ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 75,000 രൂപയാണ്, അല്ലെങ്കിൽ 50,000 രൂപയാണ്. എന്താണത്? ഫിഡലിറ്റിയാണ്. ഫിഡലിറ്റി എന്ന് പറയുന്നത് എന്താണ്? വിശ്വസ്തതയാണ്.
കാര്യം ഉടമ്പടി ചെയ്യണ പ്രാർത്ഥനയാണല്ലോ, ചെല്ലണ പ്രാർത്ഥനയല്ല. ഇപ്പം എബ്രാഹത്തിനോട് എന്താ പറയണത്? എബ്രാഹത്തിനോട് ദൈവം പറഞ്ഞത് എന്താ? നീ വിഷമിക്കണ്ട, മക്കളില്ലാണ്ട കാര്യത്തിൽ വിഷമിക്കണ്ട, ആരും കൂടെ പോകുന്നില്ല എന്ന് വെച്ചാൽ വിഷമിക്കണ്ട, ലോത്തിനെ പോലെ ഒരു ചക്കപ്പോത്താണ് കൂടെ വന്നിരിക്കണമെന്ന് ഓർത്ത് വിഷമിക്കണ്ട, അവൻ്റെ ദാസന്മാർ നിന്നെ നാളെ കയ്യേറ്റം ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് നിൻ്റെ മക്കളില്ലാത്ത നിൻ്റെ വസ്തുവെല്ലാം അവൻ കയ്യേറ്റം ചെയ്ത് സ്വന്തമാക്കുമെന്ന് ഓർത്ത് വിഷമിക്കണ്ട, നിനക്ക് ഞാനൊരു സേഫ് സെക്യൂറായിട്ടൊരു പ്ലേസ് തരും.